അവരെന്താണ് നിങ്ങളോട് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അവരുടെ സോൾ മെസ്സേജസ് എന്താണ്? അവരുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ അത്തരം ഒരു ചേഞ്ച് ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്ത് തന്നെയായിരുന്നാലും ആ ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. അവരുടെ ഒരു കറന്റ് സിറ്റുവേഷനിലെ ഒരു ചേഞ്ച് അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണ് കൊണ്ടുവരുന്നത്. കൂടുതൽ പേർക്കും ഇതൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. ഒത്തിരി പേര് അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തകർച്ച അല്ലെങ്കിൽ ഈ അകൽച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് 2 പേരിൽ ആർക്കോ നല്ല രീതിയിൽ ഈഗോ ഉണ്ട്. മേ ബി ആ പേഴ്സണായിരിക്കാം നല്ല രീതിയിൽ ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാത്തൊരു സ്വഭാവമുള്ള വ്യക്തിയാണ്. ഓരോ കാര്യങ്ങൾക്കും അവർക്ക് അവരുടേതായ ഐഡിയകളുണ്ട്, അവരുടേതായ ന്യായങ്ങളുണ്ട്. അങ്ങനെ ഒക്കെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ കാര്യത്തിൽ അവർ ഒത്തിരി പൊസസീവായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളായിട്ട് അങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷന് വരട്ടെ എന്നുള്ള ഒരു ചിന്തയാണ്. അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർ വളരെ ക്ഷമയോടുകൂടി നിങ്ങളങ്ങോട്ട് കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളടുത്ത് ഒത്തിരി ഒത്തിരി അടുപ്പമുണ്ട്. കാരണം അവർ ഇത്രയൊക്കെ ടൈറ്റായിട്ട് ഒരു ടഫായിട്ടുള്ള സ്വഭാവമായിട്ട് നിങ്ങളോട് ഉണ്ടെങ്കിലും നിങ്ങളായിട്ടൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ പാലിച്ച് വരുന്നു എങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അവർക്ക് വളരെയധികം ഡീപ്പായിട്ടുള്ളൊരു ലവുണ്ട്. നിങ്ങൾക്ക് ഇടയിലുള്ളത് ഒരു വളരെ റിയലായിട്ടുള്ളൊരു സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിണക്കമാണ്. നിങ്ങൾ പിണങ്ങി കുറച്ച് നാളിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ കോൺടാക്റ്റിലാവും. വീണ്ടും വഴക്കിടും. ആ ഒരു സാഹചര്യമാണ് കുറേ നാളായിട്ട് തുടർന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ പിണങ്ങിപ്പോവും, അല്ലെങ്കിൽ ആ വ്യക്തി പിണങ്ങിപ്പോവും. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിൽ നടന്ന് വരികയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട്. അവരൊരുപാട് നിങ്ങൾക്ക് 2 പേർക്കും ഒരേ രീതിയിലുള്ള സ്നേഹമാണ് എനിക്ക് കാണുന്നത്. കാരണം 2 എനർജീസും ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ 2 പേരുടെ സ്നേഹവും ഒരുപോലെയാണ്. 2 പേരും സ്നേഹം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങളും വിട്ടുകൊടുക്കില്ല, ആളും വിട്ടുകൊടുക്കില്ല. 2 പേരുടെ മനസ്സിലാണെങ്കിൽ നിറയെ സ്നേഹമുണ്ട്. ഒരേ എനർജിയാണ്. 2 പേരുടെയും സ്നേഹത്തിന് ഒരേ എനർജി വൈബ്രേഷനാണ് ഇവിടെ കിട്ടുന്നത്. ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം പെയിൻഫുൾ ആണ്. അവരുടെ സോൾഡ് മെസ്സേജ് എന്ന് പറയുന്നത് അവർക്കും അതിലധികം വേദനയുണ്ട്. നിങ്ങൾക്ക് എത്ര വേദനയുണ്ടോ അത്രമാത്രം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് ആളും ഇരിക്കുന്നത്. പക്ഷെ അത് നിങ്ങളോട് അവർ പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ഒരുപാടായിട്ട് വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ്. 3 ഓഫ് സോർട്സ് ആണ് അവരുടെ സോൾ മെസ്സേജ് എന്ന് പറയുന്നതല്ലേ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആ ഒരു മിസ്സിങ്, അതായത് ഒരുപാടായിട്ട് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ സോൾ മെസ്സേജായിട്ട് എനിക്കിവിടെ ലഭിക്കുന്നത്. അവരുടെ സോൾ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് കുറച്ച് ടൈം കൊടുക്കൂ എന്നാണ് അവരുടെ സോൾ പറയുന്നത്. അത് അവർക്ക് നിങ്ങളുടെ സ്നേഹം അത്രയധികം അവരുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അവരുടെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരു ക്ലാരിറ്റി വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാം ക്ലിയർ ആവുന്നുണ്ട്, വ്യക്തത വരുന്നുണ്ട് കാര്യങ്ങൾക്ക്.
ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വ്യക്തത വരാനുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു വൺ സൈഡ് ലവ് എനർജി ഫീല് ഇവിടെ ഉണ്ട്. നിങ്ങൾ പോലും അറിയാതെ മറ്റൊരു വ്യക്തി പ്രണയിക്കുന്നതായിട്ട് ഇതിലൊരു ഫീലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. എല്ലാവരുടെയും റീഡിംഗ് അല്ല ഇത്. ചില വ്യക്തികളുടെ റീഡിംഗ് ആണ് ഞാൻ പറയുന്നത്. അവർ നിങ്ങളുടെ നല്ല ഒരു ഫ്രണ്ടായിരിക്കാം. നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ടായിരിക്കാം. ആ വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ടൊരു പ്രണയമുണ്ട്. ആ പ്രണയം നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആ വ്യക്തിക്ക് ഒത്തിരി ധൈര്യമില്ല. ധൈര്യമില്ലാത്തൊരവസ്ഥയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരൊരുപാട് രീതിയിൽ നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു സത്യം തുറന്നു പറയാനുള്ളൊരു ധൈര്യം അവർക്ക് ഈ ഒരു അവസരത്തിൽ വന്നു ചേരുകയാണ്. അപ്പോൾ ഒരു ന്യൂ ലവ്, ഇത് സിംഗിൾസിനും കൂടെ വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഒരു പുതിയ പേഴ്സൺ അട്രാക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഇനി ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള പേഴ്സൺ ആണെങ്കിലും അവർക്ക് നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് തോന്നുന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങൾക്കൊരു റീയൂണിയൻ പോസിബിൾ ആവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ ഓൾറെഡി അഫെയറിലുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ആ കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് തുറന്ന് പറയണം എന്നുള്ളൊരു സാഹചര്യമാണ് അവർക്കിപ്പോൾ ഉള്ളത്. അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ അവർ നിങ്ങളിലൂടെ ഒരു പ്രണയം തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് ആ റിയാലിറ്റി, നിങ്ങളോട് എന്തോ കാര്യം അവർ നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു റീയൂണിയനാണ് അവർ ഏറ്റവും കൂടുതൽ അവരുടെ സോൾ ആഗ്രഹിക്കുന്നത്. ചിലരെങ്കിലും സിംഗിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഫീൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. അവർക്ക് എത്രയും വേഗം ഒരു ന്യൂ ലവ് അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. അവർ എത്രയും വേഗം ഒരു വ്യക്തി പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്കും മേ ബി നിങ്ങൾക്കും അതിനെ പറ്റിയുള്ളൊരു അറിവുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. ആ വ്യക്തി നിങ്ങളോട് പ്രണയം തോന്നിയിട്ടുണ്ടാവുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അധികം വൈകാതെ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ എനർജി എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കുന്ന വ്യക്തികൾക്കും അവർക്ക് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി വരുന്നൊരു സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പല സത്യങ്ങളും അറിയാനുള്ളൊരു സമയമാണ്. ഒരു റീകൺസിലേഷൻ ടൈമാണ്. ഫോർ സിംഗിൾസ് അവർക്ക് ഒരു ന്യൂ ലവ് അവരുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ റീഡിങ്ങിനകത്ത് വരുന്നത്.